ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തക്കാളി കറിയാണ്. നല്ല ടേസ്റ്റുള്ള തക്കാളി മസാലക്കറി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല കറിയാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 4 പഴുത്ത നല്ല തക്കാളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു മുറി നാളികേരം, 2 പച്ചമുളക്, ഒരു വലിയ സവോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു 4 വെളുത്തുള്ളി കേട്ടോ. എല്ലാം നല്ലോണം നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കണത്. തക്കാളി നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ അരിഞ്ഞു വെച്ചു. പിന്നെ സവോള, അതുപോലെ പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. നമ്മൾ ആദ്യം തക്കാളിയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത്, പിന്നെ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം തക്കാളി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില കൂടി മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് തിരുമ്പിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പിലയ്ക്ക് നല്ല മണം ഉണ്ടായിരിക്കും. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിക്കുക ആദ്യം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചു. ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ലോണം വെന്ത് കുറുകിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്നും കൂടി ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് നല്ലോണം ഇറങ്ങിക്കോളും. അതിന് വേണ്ടി ഞാൻ കയ്യിൽ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നാളികേരം അരയ്ക്കണം. അപ്പോൾ നാളികേരം ഞാൻ 1 മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അല്ലെങ്കിൽ 1 ടീസ്പൂൺ നല്ല മല്ലി, മുഴുവൻ മല്ലി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ നാളികേരം ഇട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നാളികേരവും മല്ലിപ്പൊടിയും കൂടിയിട്ട് ഞാൻ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി പാകമായോ നോക്കിയിട്ട് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വറ്റി പാകമായിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി നോക്കാം. ഇനി നമുക്ക് ആ അരപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഈ സമയത്ത് ചേർക്കാം. ഇനി നല്ലോണം ഇളക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. അപ്പോൾ മിക്സി ഒക്കെ കഴുകിയ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി ആവശ്യത്തിന് വയ്ക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് കുറുകണം കറി. 2 മിനിറ്റ് മീഡിയത്തിൽ സ്റ്റൗ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുറുക്കുക. ഇതാ നമ്മുടെ കറി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടാൻ നോക്കാം. വെന്ത് നല്ല പാകമായി. ഇത്ര വെള്ളം വേണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു 4-5 ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു വറ്റൽമുളകും 1 ടീസ്പൂൺ കടുകും 2 ഇതള് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലാദ്യം കടുകിട്ടു. കടുക് നല്ലോണം മൂത്ത് വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കണം കേട്ടോ. നല്ല മണം വരണം. അപ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മൂപ്പിക്കുക. നല്ലോണം കറിവേപ്പിലയും കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വറവ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി മസാല തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് എഴുതണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.